Dear students, ഞാൻ കോംപ്ലക്സ് ഇൻ്റഗ്രേഷനിലെ സെക്കൻഡ് മെത്തേഡ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. നമ്മൾ ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞത് ആൻറ്റി ഡെറിവേറ്റീവ് ഉള്ള ഫംഗ്ഷൻ്റെ കേസായിരുന്നു. ആൻറ്റി ഡെറിവേറ്റീവ് ഉള്ള ഫംഗ്ഷൻസ് എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള സാധാരണ നമ്മൾ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. തേർഡും ഫോർത്തും ഫിഫ്ത്തും മെത്തേഡ്സ് ആപ്ലിക്കബിൾ ആവുന്നത് നമ്മൾക്ക് അനലിറ്റിക് ഫങ്ഷൻസ്, അനലിറ്റിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ഇൻസൈഡ് ആൻഡ് ഓൺ ദ കർവ് സി അനലിറ്റിക് ആയിട്ടുള്ള ഫങ്ഷൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയോ കോഷീസ് ഗോസാറ്റ് തിയറവും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അനലിറ്റിക് അല്ലാത്ത ആൻറ്റി ഡെറിവേറ്റീവ് ഇല്ലാത്ത സാധാരണ ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ, ഫോർ എക്സാമ്പിൾ റിയൽ പാർട്ട് ഓഫ് ഇസെഡ് കോൺജുഗേറ്റ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഫങ്ഷൻസൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസെഡ് ഡി ഇസെഡ് എന്ന് പറഞ്ഞിട്ടാണ്. ഇതിൽ എഫ് ഓഫ് ഇസെഡ് എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, അനലിറ്റിക് ആവണം എന്നില്ല, ഡിഫറൻഷ്യബിൾ ആവണം എന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ കർവ് സീനെ നമ്മൾ പാരാമീറ്ററൈസ് ചെയ്യും. കർവ് സീനെ ആദ്യം നമ്മൾ പാരാമീറ്ററൈസ് ചെയ്യും. അത് നമ്മൾ വെക്ടർ ഇൻ്റഗ്രേഷനിൽ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ടാവും കർവ് സി പാരാമീറ്ററൈസ് ചെയ്യാനൊക്കെ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കർവ് സി പാരാമീറ്ററൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ആർബിട്രറി പോയിന്റ് ഓൺ ദ കർവ് സീനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് എ സിംഗിൾ പാരാമീറ്റർ ടി എക്സ്പ്രസ് ചെയ്യുന്നു. എക്സിനെ ടിയുടെ ഒരു ഫംഗ്ഷനായിട്ട്, വൈനെയും ടിയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നു. എന്നിട്ട് ടി എവിടെ നിന്ന് തുടങ്ങി എവിടെ വരെയാണ് വേരി ചെയ്യണമെന്ന് സ്പെസിഫൈ ചെയ്യുന്നു, പാരാമീറ്റർ ഡൊമൈനും സ്പെസിഫൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളുടെ വേരിയബിൾസ് എക്സും വൈയും അല്ല, നമ്മുടെ ഫംഗ്ഷനിലെ വേരിയബിൾ ഇസെഡ് ആണ്. ആൻഡ് യു നോ ദാറ്റ് ഇസെഡ് എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് പ്ലസ് ഐ വൈനെ ആണെന്ന് അറിയാം. വേർ എക്സ് വൈ is a ordered pair x y is an arbitrary point on that curve. Then x plus i y എന്നുള്ള പോയിന്റിനെയാണ്, എന്നുള്ള കോംപ്ലക്സ് നമ്പറിനെയാണ് ഇസെഡ് എന്നുള്ള വേരിയബിൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇസെഡ് ഇസ് നത്തിങ് ബട്ട് എക്സ് പ്ലസ് ഐ വൈ. നൗ വി ഹാവ് റിട്ടേൺ എക്സിനെ വൈനെ നമ്മൾ ടിയുടെ ടേംസിൽ എഴുതി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇസെഡിനെ ടിയുടെ ടേംസിൽ എഴുതാം. വേർ ടി എവിടെ തുടങ്ങി എവിടെ വരെയാണ് വേരി ചെയ്യുന്നത് എന്നും കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇസെഡ് ഇങ്ങനെ ടിയുടെ ടേംസിൽ എഴുതാൻ പറ്റുവാണെങ്കിൽ ഡി ഇസെഡ് എന്ന് പറയുന്നത് ഇസെഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ഇൻറ്റു ഡി ടി എന്ന് എഴുതാം, ഇസെഡ് ഡാഷ് ടി ഡി ടി എന്ന് എഴുതാം. ഓക്കെ, ചെയിൻ റൂൾ വെച്ചിട്ട് അങ്ങനെ എഴുതാം. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്, നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് integral over c f of z dz, we can write it as integral from a to b, where t varies from a to b. F in a, we write it as a function of t, and dz is also written as z dash t dt. So this integration over a curve c in space is transformed to the integration along an interval. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഒരു സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ്റെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ഫോമിലേക്ക് ആക്കി കിട്ടും. എന്നിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദിസ് ഇസ് ദ മെത്തേഡ്. ഇതാണ് നമ്മളുടെ മെത്തേഡ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം അതിൻ്റെ അകത്ത്. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നതാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, റിയൽ പാർട്ട് ഓഫ് ഇസെഡ്. റിയൽ പാർട്ട് ഓഫ് ഇസെഡിൻ്റെ ഇൻ്റഗ്രൽ എന്താണെന്ന് നമുക്കറിയില്ല, ഡെറിവേറ്റീവ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആൻറ്റി ഡെറിവേറ്റീവും ഡിഫറൻഷ്യബിളും അല്ല. അത് ഫസ്റ്റ് മെത്തേഡ് ഡിഫറൻഷ്യബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് മെത്തേഡൊന്നും അല്ല, ആപ്ലിക്കബിൾ അല്ല. ആൻറ്റി ഡെറിവേറ്റീവ് എന്താണ്, ഇതിൻ്റെ ഇൻ്റഗ്രൽ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്താണെന്ന് അറിയാത്ത ഫംഗ്ഷൻ ആയതുകൊണ്ട് ഫസ്റ്റ് മെത്തേഡും ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന സെക്കൻഡ് മെത്തേഡാണ്. ഓക്കെ, സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, സി എന്ന് പറയുന്ന കേർവിനെ പാരാമീറ്ററൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ സി എന്താണ്, ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം 1 + i to 3 + 2i. 1 + i എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 1 1 എന്നുള്ള പോയിന്റ് ആണ്. 3 + 2i എന്ന് പറഞ്ഞാൽ 3 2 എന്നുള്ള പോയിന്റ് ആണ്. ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ ലൈൻ സെഗ്മെന്റ് ആയിരിക്കും. അപ്പോൾ സി എന്ന് പറയുന്നത് എന്താണ്, ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 1 1 to 3 2 ആണ് നമ്മുടെ ഇവിടുത്തെ കേർവ്. ഒരു ലൈൻ സെഗ്മെന്റിനെ പാരാമീറ്ററൈസ് ചെയ്യാൻ നമ്മൾ പണ്ട് കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ നമുക്ക് പാരാമീറ്ററൈസ് ചെയ്യാം, ഫസ്റ്റ് പോയിന്റിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് പ്ലസ് ടി ടൈംസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് കോർഡിനേറ്റ്സ്. y ഈസ് ഈക്വൽ ടു ഫസ്റ്റ് പോയിന്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ y coordinate plus t into difference between the y coordinates, where t varies from 0 to 1. So this is a parameterization. So you can write x is equal to 3 minus 1 is 2, so 2t, y is equal to 1 plus 2 minus 1 is 1, so 1 plus t, where t varies from 0 to 1.
Now എക്സും വൈയും എല്ലാം നമ്മുടെ ഇവിടെ വേരിയബിൾ ആയിട്ട് ഇസഡ് എഴുതണേ. സോ ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ. സോ യു ഗെറ്റ് ഇസഡ് ഇൻ ടേംസ് ഓഫ് ടി 1 + 2t പ്ലസ് ഐ ഇൻറ്റു വൈ ഇസ് 1 + t. സോ ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇസഡ് ഡാഷ് ടി ഡി ടി. അത് നോക്കി പറഞ്ഞേ. ആദ്യം 1 + 2tയുടെ ഡെറിവേറ്റീവ്, 1ൻ്റെ ഡെറിവേറ്റീവ് 0, 2tയുടെ ഡെറിവേറ്റീവ് 2 പ്ലസ് ഐ ഇൻറ്റു 1 + tയുടെ ഡെറിവേറ്റീവ് 0 പ്ലസ് 1. സോ ദിസ് ഇസ് ദി ഡെറിവേറ്റീവ്. എന്താണ് ഡി ഇസഡ്? ഡി ഇസഡ് ഇസ് 2 പ്ലസ് 1i dt. Okay, now we can evaluate the integral. Integral is real part of now integrand is real part of z. So real part of z എന്ന് പറഞ്ഞാൽ എന്ത് വരും? From since z is written in terms of t, you can write this integrand in terms of t. Real part of z എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർ എന്നുള്ള ഇക്വേഷൻ നോക്കുക, അതിൻ്റെ റിയൽ പാർട്ട് മാത്രം എടുക്കുക, ഇമാജിനറി പാർട്ട് എടുക്കേണ്ട. റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ 1 + 2t. So our integral becomes integral over c real part of z dz is equal to integral t varies from 0 to 1. Real part of z is 1 + 2t. dz is 2 plus I dt. So 2 plus I is a number, is independent of t. You can take this number outside. So 2 plus I is taken outside. Then integral of 1 + 2t dt from 0 to 1. 2 plus I is a constant into 1 in the integral t, 2t in the integral 2 into t square by 2 within the limit 0 to 1. Now 2 plus I into 1 minus 0, again 1 square minus 0 square, that is also 1. So you get 2 times 2 plus 2i. This is the answer, or you may write it as 4 plus 2i. Okay, ഇങ്ങനെ നമുക്ക് ഡെറിവേറ്റീവ് ഇല്ലാത്ത, ഡിഫറൻഷ്യബിൾ അല്ലാത്ത കണ്ടിന്യൂസ് ഫങ്ഷൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.